ഹായ് ഡിയേഴ്സ്. ഒരുപാട് പേരുടെ റിക്വസ്റ്റ് പ്രകാരം ചെയ്യുന്ന വീഡിയോ ആട്ടോ ഇത്. അപ്പോൾ ഈ വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ പറയാം കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ബാക്ക് പോർഷനാണ് ചെയ്യുന്നത്. ഒരു എലൈൻ ടോപ്പ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ബാക്ക് പാർട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ബാക്ക് നോർമലായിട്ട് ഞാൻ ഷോൾഡർ എടുക്കാറ് 6.5 ഷോൾഡർ എടുത്തത്. പിന്നെ കൈക്കുഴീൻ്റെ അവിടെ വന്നത് 9.5. പിന്നെ ഷേപ്പ് ഞാൻ 8.5 വെച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ ഇടയ്ക്കൊന്ന് തടിക്കും, ഇടയ്ക്ക് മെലിയും, അങ്ങനെ ഒരു ശരീരപ്രകൃതം കേട്ടോ എനിക്ക്. അതിനോട് ഇത്തിരി കൂടുതൽ ഞാൻ തുണിയട വെച്ചിരിക്കുന്നത്. പിന്നെ ഫ്രണ്ട് പീസ് കട്ട് ചെയ്യുന്ന സമയത്ത് ബാക്ക് പീസിനേക്കാളും 1/2 ഇഞ്ച് കൂടുതൽ ഇട്ടിട്ട് വേണം ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കാൻ. എന്നിട്ട് ഇതാ ഇതിൻ്റെ മേലെ വെച്ചിട്ട് ഇതുപോലെ വരച്ചെടുത്തിട്ട് മൊത്തത്തിലൊന്ന് കട്ട് ചെയ്ത് എടുത്തു മാറ്റാം. അപ്പോൾ പിന്നെ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആം ഹോളിൻ്റെ കൈക്കുഴീൻ്റെ അവിടെ ഒന്നും കൂടി ഒന്ന് കുഴിച്ച് വെട്ടാം. പിന്നെ നമ്മൾ ആ അധികം ഇട്ട് വെച്ച തുണിയില്ലേ, അതിൻ്റെ നടുക്കിലൂടെ കട്ട് ചെയ്ത് മാറ്റണം. അങ്ങനെ ആവുമ്പോൾ നമുക്ക് 2 പീസായിട്ട് കിട്ടും. ഈ കട്ട് ബാക്ക് പോർഷൻ അല്ല, ഫ്രണ്ട് പോർഷൻ്റെ കാര്യം കേട്ടോ ഞാൻ പറയുന്നത്. ഇതിപ്പോൾ 2 പാർട്ടായിട്ട് കിട്ടും. എന്നാലേ സെൻറ്ററിലൂടെ ആ സ്റ്റിച്ചിങ് വരൂ. എനിക്ക് താഴെ ഭാഗം അതുപോലെ എനിക്ക് താഴത്ത് ഓപ്പൺ വേണം കേട്ടോ. അതിന് ഞാൻ ഒരു 8 ഇഞ്ചാണ് എടുത്തത്. അത്ര ഓപ്പൺ മതി. പിന്നെ അപ്പോൾ നമുക്ക് ഇതാ പീസ് എടുക്കുമ്പോൾ ഇതാ ഇത് കൂടെ സ്റ്റിച്ചിങ് കൊടുക്കണം. ആ നടുക്കിലൂടെ സ്റ്റിച്ചിങ് കൊടുക്കാം. അപ്പോൾ നമുക്കിതാ ഇങ്ങനെ കിട്ടും. ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതാണ് സെൻറ്റർ പീസ്. ഓക്കെ അല്ലേ? എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. അതുപോലെ നമ്മൾ നെക്കിൻ്റെ ഭാഗം എടുക്കുമ്പോൾ ഇതുപോലൊരു സ്ക്വയർ പീസ് എടുക്കുക. ഞാൻ ലെങ്ത്ത് എടുത്തത് 12.5യും വിഡ്ത്ത് എടുത്തത് 11.5യും ആണേ. അപ്പോൾ നമുക്ക് അത് പേപ്പർ ഷുഗറിൽ വെച്ചിട്ട് ഇതാ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടാണ് നെക്ക് ഇതാ അടയാളപ്പെടുത്തിക്കുക. ഞാൻ ആദ്യം അടയാളപ്പെടുത്തിക്കുന്നത്. ഇത് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം. നമുക്ക് ആദ്യം വേണ്ടത് 1/2 ഇഞ്ച് വിട്ടിട്ട് ആ നെക്കിൻ്റെ ലെങ്ത്ത് 6 ഞാൻ ലെങ്ത്ത് എടുത്തത്. വിഡ്ത്ത് എടുത്തത് 3.5 ഒരു ഭാഗത്ത്. അപ്പോൾ മൊത്തത്തിൽ വരുമ്പോൾ 7 വരും. ഓക്കെ അല്ലേ? അപ്പോൾ ഇതുപോലെ അര ഭാഗം നമുക്ക് ഓപ്പൺ ചെയ്യാൻ, ആ കോളർ ഭാഗം സെൻറ്ററിലൂടെ ഒരു കട്ടിങ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് 1/2 ഇഞ്ച് അധികം കൊടുത്തത്. അപ്പോൾ ഒരു ഭാഗത്ത് 3.5യും ഒരു ഭാഗത്ത് 3.5, ആ 1/2 ഇഞ്ച് നടുക്ക് കൂടെ കട്ടിങ് വരാനുള്ളതാണ്. പിന്നെ മേലിന് താഴത്തേക്ക് 1.5-ൽ 1/2 ഇഞ്ച് തയ്യൽ തുമ്പായിട്ട് പോയിട്ട് ബാക്കിയുള്ള 1 ഇഞ്ചാണ് നമ്മൾ കോളറിലേക്ക് വരുന്ന ഭാഗത്ത് വേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയ ആ പീസില്ലേ, ആ പീസ് 1/2 ഇഞ്ച് അകലത്തിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ താഴത്ത് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഓപ്പൺ വേണമെന്ന്. അപ്പോൾ അത് മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ട. ആ താഴെ എവിടെ വരെയാണോ ഓപ്പൺ നിങ്ങൾ എവിടെ വരെയാണ് വെച്ചതെങ്കിൽ അവിടെ വരെ സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് ഞാനതിൽ പ്രസ്സടി കൊടുത്തില്ല, വീണ്ടും ഒരു സ്റ്റിച്ചിങ്ങും കൂടെ കൊടുത്തിരിക്കുന്നത് അതിനൊന്ന് ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. പ്രസ്സടി കൊടുക്കേണ്ട ആവശ്യമില്ല. പ്രസ്സടിനേക്കാളും നല്ലത് ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ആ പീസ് അടിയിൽ ആ ഒഴിവാക്കിയ ആ ഒരു ഞാൻ 8 ഇഞ്ചാണ് എനിക്ക് ഓപ്പൺ വേണ്ടത്. അത്രേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് ചെയ്യാം. നോർമലായിട്ട് നമ്മൾ ഓപ്പൺ ചുരിദാറിന് സ്റ്റിച്ച് ചെയ്യുന്നില്ലേ, അതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുവരെ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി അഥവാ ഇതിൽ മനസ്സിലാവാത്ത ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്താൽ മതി. അതുപോലെ ഈ സ്റ്റിച്ച് ചെയ്ത ഈ ഒരു ഓപ്പൺ നമുക്ക് ടോപ്പിൻ്റെ സൈഡിൽ, കുർത്തീൻ്റെ സൈഡിലും കൊടുക്കാം കേട്ടോ. ഞാൻ സെൻറ്ററിൽ ഓപ്പൺ വേണമെന്ന് എനിക്ക് അവിടെ മതിയെന്ന് ഉണ്ടായതുകൊണ്ട് അവിടെ ഞാൻ ചെയ്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൈഡിലും കൊടുക്കാം കേട്ടോ. വീഡിയോ ലോങ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ച് പോർഷൻസൊക്കെ ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ടേ. വലിയ വീഡിയോ ആവണ്ടെന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ നമുക്കിതാ സെൻറ്ററിലൂടെ ഇങ്ങനെയാണ് സ്റ്റിച്ചിങ് വന്നത്. അപ്പോൾ നമ്മൾ ഷുഗർ പേപ്പറിൽ നെക്ക് അടയാളപ്പെടുത്തിയില്ലേ, അത് എടുത്തിട്ട് അതിൻ്റെ നടുക്ക് കൂടെ ഇതുപോലെ ഒരു വെട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് വേഗം അതിൻ്റെ മേലെ വെച്ച് ജോയിൻ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണേ. പിന്നെ ഇതുപോലെ സ്റ്റിച്ച് നമ്മൾ വരച്ചതിൻ്റെ മേലെ കൂടെ സ്റ്റിച്ച് കൊടുക്കാം.
അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗത്തു കൂടെ വെട്ടിയെടുക്കാം. വെട്ടിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ സൈഡ് ഭാഗത്തൊക്കെ ഇല്ലേ, ആ ഒരു കട്ടിങ് വരുന്ന അവിടെ നന്നായി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നാൽ പെട്ടെന്ന് മറച്ച് എടുക്കുമ്പോൾ പെട്ടെന്ന് മറിഞ്ഞ് കിട്ടും. അപ്പോൾ ഞാൻ അല്ലാതെ വേറെ കട്ടിങ് ഒന്നും ഇട്ട് കൊടുത്തില്ല. അത് ആ 2 സൈഡിൽ അങ്ങനെ ഒരു കട്ടിങ് ഇട്ട് കൊടുത്ത് ഇതൊന്ന് കൂടുതലായിട്ട് അങ്ങ് വെട്ടി കൊടുത്ത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രസ് അടി കൊടുത്തിട്ടുണ്ടെങ്കിൽ മറച്ചെടുക്കുമ്പോൾ എളുപ്പത്തിന് മറിഞ്ഞ് കിട്ടാനും പ്രസ് അടി കൊടുക്കുമ്പോൾ നല്ല നീറ്റും കിട്ടും. അപ്പോൾ അല്ലെങ്കിൽ അവിടെ ഒരു പൊന്തി കിടക്കണ പോലെ തോന്നും. ഇതാവുമ്പോൾ അങ്ങനെയൊന്നുമില്ല. പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ആ കോണ് കിട്ടുന്നില്ലെങ്കിൽ ഒന്ന് സൂചി കൊണ്ടോ പിന്നു കൊണ്ടോ ഒന്ന് കുത്തി എടുത്തിട്ടുണ്ടെങ്കിൽ അതും നല്ല നീറ്റായിട്ട് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ഈ ഷോൾഡറിൻ്റെ ഭാഗം കൂട്ടി സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആ തെമ്പത്ത് 1/2 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പിനായിട്ട് ഇടുന്നില്ലേ, ആ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യണ്ട കേട്ടോ. ശരിക്കും ഞാനവിടെ സ്റ്റിച്ച് ചെയ്ത് പോയിട്ട് പിന്നെ അത് അഴിച്ചെടുക്കുക ചെയ്തത്. നിങ്ങളത് സ്റ്റിച്ച് ചെയ്യണ്ട. നമുക്ക് ബാക്ക് പാർട്ട് അതിൽ ജോയിൻ ചെയ്യണമല്ലോ. അപ്പോൾ നമുക്ക് ഷോൾഡറിലേക്ക് നോർമലായിട്ട് നമ്മൾ ചുരിദാർ ഷോൾഡർ മറയ്ക്കുന്നില്ലേ, അതുപോലെ മറച്ച് ചെയ്താൽ മതി. അതാവുമ്പോൾ കുറച്ചുകൂടെ നീറ്റിൽ കിട്ടും. പക്ഷേ ഞാൻ സ്റ്റിച്ചിങ് ചെയ്തു പോയി. അപ്പോൾ ഞാൻ പിന്നെ അത് അഴിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതാ ഈ ഒരു പ്രസ് അടി ഇല്ലേ, ഈ പ്രസ് അടി ചെയ്യണ്ടെന്നാണ് പറഞ്ഞത്. 1/2 ഇഞ്ചിൽ താഴത്തേക്ക് വെച്ചിട്ട് പ്രസ് അടി കൊടുത്താൽ മതി, 1/2 ഇഞ്ച് ഒഴിവാക്കിയിട്ടിട്ട്. ഓക്കെ. ഇനിയാണ് നമ്മൾ മറിച്ചിടുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, ഇത് മറിച്ച് ബാക്കോട്ടേക്ക് ഇടുമ്പോൾ എളുപ്പത്തിൽ ഇത് കണ്ടോ, ഇങ്ങനെ നല്ല നീറ്റായിട്ട് കിട്ടും. ഇതുപോലെ ചെയ്തെടുത്തിട്ട് നമുക്ക് അവിടെ ആ കോളറിൻ്റെ ആ ഭാഗത്ത് ഒന്നെങ്കിൽ കൈത്തുന്ന് തുന്നി കൊടുക്കുക, അതല്ലെങ്കിൽ മെഷീൻ്റെ മേലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ ആ കോളറിൻ്റെ അറ്റത്ത് കൂടെ ലേസ് വെച്ച് കൊടുത്താലും മുത്ത് വെച്ച് കൊടുത്താലും നല്ല ഭംഗിയുണ്ടാവും കേട്ടോ കാണാൻ. എൻ്റെ കയ്യിൽ മുത്ത് ഇല്ലായിരുന്നു, അതിനോട് ഞാൻ വെച്ച് കൊടുത്തിട്ടില്ല. നിങ്ങളുടെ കയ്യിൽ ലേസോ മുത്തോ ഓവറായിട്ട് തോന്നിക്കാത്ത ലൈറ്റ് കളർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലേസ് വെച്ച് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. ഓവർ തോന്നിക്കാത്ത എന്തെങ്കിലും ലേസ് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ മെഷീൻ്റെ മേലെ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തത്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് തുന്നി കൊടുത്താൽ മതി കേട്ടോ. ഇത് തുന്നി കൊടുത്താൽ തന്നെ അതവിടെ നിൽക്കും. പിന്നെ ഈ ഒരു നെക്ക് ഒരു ഭാഗത്ത് തുറന്ന് കിടന്നിട്ട് ഒരു ഭാഗത്ത് ഉള്ളിലേക്കാക്കിയിട്ടും ചെയ്ത് കൊടുത്താൽ അതും നല്ല ഭംഗിയാട്ടോ. അതും ഒരു മോഡേൺ ഡ്രസ്സിൻ്റെ ലുക്കായി കിട്ടും. അപ്പം ഞാൻ ചെയ്തിട്ട് ഇതാ ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് പറ്റും പോലെ ഒന്ന് ചെയ്ത് നോക്കാം. നെക്ക് ഇങ്ങനെയാണ് കിട്ടിയത്. ഇനി ഷോൾഡർ ഭാഗം നമ്മൾ ബാക്ക് പോർഷൻ്റെ നെക്ക് ഞാൻ വെട്ടിയിട്ടില്ലായിരുന്നു. അപ്പം നെക്ക് 3.5 വിടുത്തെടുത്തത്, ലെങ്ത്ത് എടുത്തത് 4. ഓവറായിട്ട് ബാക്ക് ലെങ്ത്ത് ഇതിൻ്റെ ആവശ്യമില്ലല്ലോ, കോളർ നെക്കല്ലേ. അപ്പോൾ ബാക്ക് ഒരുപാട് എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ റെഡിമെയ്ഡിന് ക്രോസ് കട്ടിങ് എടുത്തിട്ട് മറിക്കുന്ന പോലെ തന്നെയാട്ടോ ഇതും ചെയ്യേണ്ടത്. ഞാൻ എല്ലാം കൂടെ കാണിച്ചു തരുമ്പോൾ ഭയങ്കര ലോങ് ആവും വിചാരിച്ചിട്ടാട്ടോ വീഡിയോ അങ്ങനെ കാണിച്ചു തരാത്തത്. അപ്പോൾ ബാക്ക് പോർഷൻ ഇതുപോലെ ക്രോസ് കട്ടിങ് എടുത്തിട്ട് ക്ലോത്ത് എടുത്തിട്ട് ഇതുപോലെ നെക്കിൻ്റെ മേലെ വെച്ച് മറിച്ച് കൊടുക്കുക.
അപ്പോൾ സംഭവം ഇതാ ഇങ്ങനെയാണ് കിട്ടിയത്. ഇനി ഫ്രണ്ട് പീസ് വെച്ചിട്ട് ഇതൊന്ന് നെക്ക് ഇതാ നോർമൽ ചുരിദാറിൻ്റെ ഷോൾഡർ കൂട്ടുന്ന പോലെ തന്നെ ഈ ചുരിദാറിൻ്റെയും ഈ ടോപ്പിൻ്റെയും ഇതുപോലെ ഷോൾഡർ കൂട്ടി മറച്ചു കൊടുക്കുക. അത് ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ഷോൾഡറിൻ്റെ കോളറിൻ്റെ ഭാഗം വരുന്നില്ലേ, ഇത് അങ്ങോട്ട് മറച്ച് കൊടുക്കുക. എന്നിട്ട് അവിടെ പ്രസ് അടി കൊടുത്തിട്ട് നേരെയാക്കി കൊടുക്കാം. ഓക്കെ അല്ലേ? ഇതെങ്ങനെ വെച്ചിട്ട് അവിടെ ഒരു സ്റ്റിച്ചിങ് കൊടുക്കാം. അപ്പോൾ നമുക്ക് റെഡിമെയ്ഡ് ടോപ്പിന് കിട്ടുന്ന പോലെ സ്റ്റിച്ചിങ് കിട്ടും. നോർമലായിട്ട് എല്ലാവരും ഈ ചുരിദാറുകൾക്ക് ഇങ്ങനെ തന്നെയാണ് ചെയ്യാമെന്നറിയാം. പക്ഷേ ഇതിൻ്റെ നെക്ക് വരുമ്പോൾ അതുപോലെ തന്നെ ചെയ്ത് കൊടുത്താൽ മതി. അതാവുമ്പോൾ നല്ല നീറ്റിൽ കിട്ടും. സ്റ്റിച്ചിങ് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് പെർഫെക്ഷനിൽ കിട്ടും. ഇതുപോലെ. അത് വേണമെങ്കിൽ അവിടെ ഒരു പ്രസ്സടി കൊടുക്കാം. ഞാൻ പ്രസ്സടി സ്വതവേ ഒഴിവാക്കാറാണ്. എനിക്കിഷ്ടമല്ല പ്രസ്സടി. അപ്പോൾ ഞാനത് കൊടുത്തിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രസ്സടി കൊടുക്കാം. എനിക്ക് അവിടെ പ്രസ്സടി വേണ്ടാന്ന് തോന്നിയുകൊണ്ട് ഞാൻ അവിടെ ചെയ്തില്ലേ. പ്രസ്സടി കൊടുക്കുമ്പോൾ പിന്നെ ഒന്ന് ഷോൾഡർ ടൈറ്റ് ആക്കണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ പിന്നെ സ്വീപ്പാവും. ഇതാകുമ്പോൾ ടൈറ്റ് ആക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഉൾഭാഗം വന്നത്. അപ്പോൾ ഓക്കെ അല്ലേ? ഇത് മനസ്സിലായില്ലേ? അപ്പം ഞാൻ ഷോ ബട്ടൺ ഇതാണേ കൊടുത്തത്. ഞാൻ തുന്നിയിട്ടില്ല, ഒട്ടിച്ചതേ ഉള്ളൂ. സ്വതവേ തുന്നാൻ എനിക്ക് ഭയങ്കര മടിയാണ്. പിന്നെ സ്ലീവ് പഫ് സ്ലീവാണേ ചെയ്തത്. അപ്പോൾ ഫൈനൽ ലുക്ക് കാണണ്ടേ? ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. എങ്ങനെയുണ്ട് പറയണേ? ഈ വീഡിയോയിൽ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ ഏതെങ്കിലും വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് അതും പറയാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.